നമസ്കാരം. റൈറ്റ് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ആഘോഷങ്ങളും ആർപ്പുവിളികളുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ പൂക്കളും പുലിക്കളിയുമായി ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. റൈറ്റ് വിഷൻ ചാനലും MS മ്യൂസിക് സോണും സംയുക്തമായി ഒരു ഓണവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്വകാര്യ അഹങ്കാരം കൂടിയുണ്ട്. കാരണം ഒരുപാട് വ്യത്യസ്തരായ കലാകാരന്മാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. അത്തരത്തിൽ കുറച്ച് കലാകാരന്മാരാണ് നമ്മുടെ ഈ ഓണവിരുന്നില് നമുക്ക് അതിഥികളായി എത്തിയിട്ടുള്ളത്. റൈറ്റ് വിഷൻ സ്പെഷ്യൽ പ്രോഗ്രാം ഓണസല്ലാപം. അപ്പോൾ നമ്മുടെ അതിഥികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ടും പരിചയപ്പെടാം അല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ആൽബം നിർമ്മാതാവും അതുപോലെ ഗായകനുമായിട്ടുള്ള ശ്രീകുമാർ മമ്മറ്റ നമുക്കിവിടെ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ മേഖലകളിലും അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കലയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വായ കൊണ്ട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ആള് ശ്രീകുമാർ ചേട്ടൻ നിർമ്മിച്ചിട്ടുള്ള ഉത്രാടപ്പൂത്തുമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം കഴിഞ്ഞ ദിവസമാണ് റിലീസായിട്ടുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൽബം സോങ് ആണ് അത്. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ആൽബത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. എന്തൊക്കെയാണ് ശ്രീകുമാർ ഏട്ടാ നമ്മുടെ ഉത്രാടപ്പൂത്തുമ്പി ആൽബത്തിന്റെ വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. നല്ലൊരു റിവ്യൂ ആണ് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നു. നല്ലൊരു റിസൾട്ടാണ്. എല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇങ്ങനൊരു ആൽബം ചെയ്യാൻ സാധിച്ചതിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഓക്കെ ചേട്ടാ, നമുക്ക് അടുത്ത അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് നമ്മുടെ ജയൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സാക്സോഫോൺ, വയലിൻ, ഫ്ലൂട്ട്, മെലോഡിക്ക, അങ്ങനെ ഒരുവിധ എല്ലാ ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുവിധ എല്ലാ ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്യല്ലേ ജയൻ ചേട്ടാ? ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതാണോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? മെയിനായിട്ട് വയലിനും സാക്സോഫോണും ഫ്ലൂട്ടും ആണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നമുക്ക് കോമഡി ഉത്സവത്തില് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോമഡി ഉത്സവത്തില് ആർട്ടിസ്റ്റും കൂടെയാണ് നമ്മുടെ ജയൻ ചേട്ടൻ. നമുക്കിനി അടുത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ കിഷോറേട്ടൻ, മിഥില ചേച്ചി, അതുപോലെ ഋത്തിക കിഷോർ അവരുടെ മക്കളാണ്. അത് ഒരു കുടുംബം, കലാകാരന്മാരായ കുടുംബമാണ് നമുക്കിവിടെ അതിഥികൾ വന്നിട്ടുള്ളത്. കിഷോർ ചേട്ടനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും വൈറലായിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഒരു മുല്ലത്തറയിലെ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം സോങ്. ആ സോങ് എഴുതിയതും ട്യൂൺ ചെയ്തതും പാടിയതും ഒക്കെ നമ്മുടെ കിഷോർ ചേട്ടനാണ്. നമുക്ക് കിഷോർ ചേട്ടനെ കൊണ്ട് പാടിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ മുല്ലത്തറയിലെ സോങ്? അത്യാവശ്യം നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുഴപ്പമില്ല, എല്ലാവരും നല്ല അഭിപ്രായം പറയണു. സന്തോഷമാണ് അതിൽ. ചേച്ചി മിഥില ചേച്ചി പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അല്ലേ? മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ് മിഥില ചേച്ചി. നാടൻപാട്ട് കലാകാരിയാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പിന്നെ കുടുംബശ്രീ കലോത്സവത്തില് പ്രൈസ് കിട്ടിയിട്ട് സംസ്ഥാന തലത്തിൽ അല്ലേ? കുടുംബശ്രീ കലോത്സവം സംസ്ഥാന മിമിക്രി ഫസ്റ്റ് വാങ്ങി. എത്ര തവണ പോയിട്ടുണ്ട്? 3 തവണ അടുപ്പിച്ച് പോയി. 3 തവണയും സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത അതിഥികൾ എന്ന് പറയുമ്പോൾ കലാകാരന്മാരായ സഹോദരങ്ങളാണ്. ദർശന സുധീഷ്, ശ്രാവൺ സുധീഷ്. ഇവര് ചെറുപ്പം മുതൽ പാട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? പഠിക്കുന്നുണ്ട് അല്ലെ? എത്ര വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ടും പഠിക്കുന്നുണ്ട്. ചേട്ടൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അടുത്തതും നമുക്ക് സഹോദരങ്ങൾ തന്നെയാണ്. അവരും പാട്ട് ഗായകരായിട്ടുള്ള സഹോദരങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിരഞ്ജന, നികിത. പാട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഞങ്ങള് ചെറുപ്പത്തിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിഗ്രിയും PG മ്യൂസിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നികിതയോ? ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ പഠിച്ചിട്ടില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഓക്കെ, നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ ചെയ്തിട്ടുള്ള ഉത്രാടപ്പൂത്തുമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആൽബത്തില് പാടിയിട്ടുണ്ടല്ലേ? അപ്പോൾ എത്ര ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് മൊത്തം? നമ്മുടെ മാമയാണ്. അപ്പോൾ മാമയുടെ ഫസ്റ്റ് ആൽബം ഞങ്ങൾ തന്നെ പാടിയിട്ടുള്ളത്. ഞങ്ങൾ കോറസായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തിൽ ചേച്ചി പാടും ചെയ്തു, ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഓണവിരുന്നിലെ അല്ല ഓണസല്ലാപത്തിലെ അതിഥികളായിട്ട് നമുക്കിന്ന് പങ്കെടുക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കലാവിരുന്ന് തുടങ്ങിയാലോ? ആദ്യം തന്നെ ശ്രീകുമാർ ഏട്ടാ, കലാവിരുന്ന് തുടങ്ങുന്നതിൻ്റെ ഒപ്പം നമുക്ക് ആദ്യം ഉത്രാടപ്പൂത്തുമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആൽബത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയണം.
കൂടാതെ നമ്മുടെ പ്രേക്ഷകർക്കായി ഒരു പാട്ടും കൂടെ. തീർച്ചയായിട്ടും. ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ വളരെ സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഒരു ഓണം തന്നെ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു കലാവിരുന്ന് നമുക്ക് തന്ന് ഏർപ്പാടാക്കിയിട്ടുള്ള നമ്മുടെ റൈറ്റ് വിഷൻ ചാനലും അതുപോലെ തന്നെ MS മ്യൂസിക് സോണും തയ്യാറാക്കിയ ഈ ഒരു ഓണസല്ലാപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാകാരന്മാരും കലാകാരികൾക്കും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വേദിയിലേക്ക്. ഇവരെല്ലാവരും നമുക്ക് പരസ്പരം അറിയുന്ന ഒരു വ്യക്തികളാണ്. നമ്മുടെ ചേലക്കരയിലുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാണ് എല്ലാവരും ഉള്ളത്. ഓരോരുത്തരെയും നമുക്ക് പറഞ്ഞറിയിപ്പിക്കേണ്ട കാര്യമില്ല. TV-യിലൂടെ ആയാലും ശരി, സ്റ്റേജ് ഷോയിലൂടെ ആയാലും ശരി, നിരവധി വേദിയിൽ ഇവരുടെ കലാപ്രകടനങ്ങളിൽ ആസ്വദിച്ച് വന്നിട്ടുള്ള ഒരുപാട് കലാപ്രേമികളും ഈ നമ്മുടെ ഈ ചേലക്കര ദേശത്തുണ്ട്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചേലക്കര ദേശത്ത് നിന്നാണ് ഇത്രയും കലാകാരന്മാരും നമുക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ചേലക്കര നിവാസി എന്ന ആ ഒരു ഇതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കിഷോറിൻ്റെ ഒരുപാട് പരിപാടികൾ നമ്മൾ കാണാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്, കിഷോറിനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ജയനും അതെ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ നമ്മുടെ ബന്ധുക്കളാണ്. ഇവർ എൻ്റെ ആൽബത്തിൽ പാടിയിട്ടുള്ളൊരു വ്യക്തികളാണ്. ഇവർ ഫസ്റ്റ് ആൽബത്തിലും പാടിയിട്ടുണ്ട്, ഇപ്പോഴത്തെ ആൽബത്തിലും പാടിയിട്ടുണ്ട്. നികിത നമ്മുടെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് ആദ്യം നമുക്കൊന്ന് കിടക്കാം. അതുപോലെ തന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ആൽബം ഞാൻ നമ്മുടെ അന്തിമാളിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. കാളപ്പാട്ടാണ് എൻ്റെ ആദ്യത്തെ ആൽബം. ഈ കാളപ്പാട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാഴ്ച കൊണ്ടാണ് ഞങ്ങൾ ഈ കാളപ്പാട്ട് ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അതിന് പിന്തുണയായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ ഷാജിമോൻ ചേലക്കര, അതുപോലെ തന്നെ നമ്മുടെ നവീൻ, ഈ കൂട്ടുകെട്ടിലൂടെയാണ് ഞങ്ങളുടെ കാളപ്പാട്ട് പ്രകാശം ഉണ്ടായിട്ടുള്ളത്. ഈ കാളപ്പാട്ട് നമ്മുടെ ചേലക്കര നിവാസികളെല്ലാവരും ഒന്നിടയ്ക്ക് മനസ്സോട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിപ്പോൾ ഏകദേശം ഒരു 55,000-60,000 വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട് നമുക്കത്. അതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ കാളപ്പാട്ടിനെ അത്രയധികം നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ ചേലക്കരയിലുള്ള ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് രണ്ടാമത്തത് നമ്മൾ ഓണപ്പാട്ടായിരുന്നു. MS പൊന്നോണം എന്നുള്ള ഒരു ആൽബമാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അന്തിമാളിൻ്റെ എൻ്റെ തട്ടകത്തപ്പൻ എന്നുള്ള ഒരു ആൽബമാണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉത്രാട പൂത്തമ്പി. ഈ ഉത്രാട പൂത്തമ്പി എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാതെ വന്നു പോയിട്ടുള്ളൊരു സംഭവമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാതെയാണ് ഒരു പരിപാടി ഞാൻ ചെയ്യാറുള്ളത്. പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്നുള്ളൊരു എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് ഈ ഉത്രാട പൂത്തമ്പി വന്നിട്ടുള്ളത്. അപ്പോൾ ഷാജി നമ്മളോട് ചോദിച്ചു, ഈ വർഷം നമുക്ക് ഓണപ്പാട്ട് ഇറക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇറക്കാം. അങ്ങനെയാണ് നമ്മുടെ സുഹൃത്തായ റഷീദ് പാറയ്ക്കൽ, പുള്ളി ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൽബങ്ങളും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ഡയറക്ഷൻ പുള്ളി ചെയ്യുന്നവരാണ്. ഒരുപാട് പടങ്ങളുണ്ട്. ആ പുള്ളിയെ കൊണ്ടാണ് ഇത് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ളൊരു ലിറിക്സാണ് നമ്മുടെ ഉത്രാട പൂത്തിമ്പിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സംഗീതം നൽകിയത് നമ്മുടെ ഷാജിമോൻ ചേലക്കരയാണ്. പിന്നെ അതിനു വേണ്ടിയിട്ട് ആ ഗാനം ആലപിച്ചിരിക്കുന്നത് എൻ്റെ സുഹൃത്തായ, എൻ്റെ ഒരു അനുജന് തുല്യനായിട്ടുള്ള, സഹോദരൻ തുല്യനായിട്ടുള്ള നമ്മുടെ രാജ്മോഹൻ കൊല്ലം. പുള്ളിയാണ് ഈ ഉത്രാട പൂത്തുമ്പിയിലുള്ള ഗാനം അതിമനോഹരമായിട്ട് ആലപിച്ചിട്ടുള്ളത്. അതുപോലെ അതിൽ സീനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള എൻ്റെ സുഹൃത്തും കൂടി ആയിട്ടുള്ള കൃഷ്ണപ്രസാദ്, പുള്ളിയാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനും അതിനകത്ത് ഒന്ന് കൈകോർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു ആൽബം നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കുമെന്നുള്ള നല്ല വിശ്വാസത്തിലാണ് നമ്മളത് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പൊന്നോട സദ്യയായിട്ട് തന്നെ ആ ആൽബം വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് നന്ദി, സന്തോഷം. ശ്രീകുമാരേട്ടാ, അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആൽബത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാലോ? മാവേലി തമ്പുരാനല്ലേ മാളോരെ കാണാൻ വന്നേ, പൂമുറ്റത്തോണപ്പൂവിൻ പുഞ്ചിരിയല്ലേ,
വഞ്ചിപ്പാട്ടോളം തല്ലും ചിങ്ങത്തിൻ ചന്തം കണ്ട് നാടാകെ ഓണത്തുമ്പിപ്പാറുന്നില്ലേ. ഉല്ലാസപ്പൂക്കൾ തൊടി നിറയെ ഉന്മാദത്താളം കതിരണിയേ ആഹ്ലാദപൂരം ഇതുവഴിയേ ആനന്ദമേളം വനനിറയേ. ആഘോഷത്തിൻ നാളായല്ലോ, ആവേശത്തിൻ വേളയല്ലോ, തുമ്പിപ്പാറുന്നഴകായി പൊന്നോണക്കാലം വരവായി, തുമ്പിപ്പാറുന്നഴകായി പൊന്നോണക്കാലം വരവായി. മാളൂരെ കാണാനായി മാവേലി തമ്പൂരാൻ വന്നെത്തും നാളുവരവായി നാട്ടിൽ ഓണപ്പാട്ടീണം നിറവായി. പൂങ്കാറ്റിൻ മേളത്തിൽ ചാഞ്ചാടും ചെന്തെങ്ങിൻ ഓലക്കൈ വീഴും ഓളത്തിൽ കേൾപ്പൂ വഞ്ചിപ്പാട്ടിൻ്റെ താളങ്ങൾ. ഓണവയിൽ ഓടി വന്നു മനസ്സിലൊന്നും വച്ചേ ചിങ്ങനിലാവൊരുങ്ങി നിന്നു മിഴികളിൽ പുഞ്ചിരിച്ചേ ഗ്രാമം സൗഹൃദം പങ്കുവച്ചേ എങ്ങും ജീവിതമുല്ലസിച്ചേ. മാളൂരെ കാണാനായി മാവേലി തമ്പൂരാൻ വന്നെത്തും നാളുവരവായി നാട്ടിൽ ഓണപ്പാട്ടീണം നിറവായി ഓണപ്പാട്ടീണം നിറവായി. ഓണനിലാവേ നീ അറിഞ്ഞോ കേരളമാകെ പൂത്തുലഞ്ഞോ. പുളിയിലക്കരയൻ ചുറ്റിവരും നിനക്കായൂ ഞാനൊരുക്കാം. പൂശനിലയിലായി തുമ്പപ്പൂച്ചോറും 18 കറികളും ഞാൻ വിളമ്പാം. പുലിക്കളിമേളം പുകിലിൻ്റെയോളം നമുക്കൊരു മരമായി കണ്ടു നിൽക്കാം. മാമലനാളിൻ പുണ്യമിത പൊന്നോണക്കാലമിത നാളിൻ ഉല്ലാസഗീതമിത പൊന്നോണക്കാലമിത നാളിൻ ഉല്ലാസഗീതമിത. മാളൂരെ കാണാനായി മാവേലി തമ്പൂരാൻ വന്നെത്തും നാളുവരവായി നാട്ടിൽ ഓണപ്പാട്ടീണം നിറവായി. ഓളങ്ങളാകെ തഴുകി വരും തോണിയിലാകെ യാക്കുവിളി. താളത്തിലൊന്നായി നൃത്തമാടും കൺമണിമാരുടെ കുമ്മിയടി. പൊന്നിൻ നിലാവിൽ പാടത്തും പറമ്പിലും പമ്പരം പറത്തുന്നു പൂന്തെന്നലും. പൊന്നുഞ്ഞാലാടും പൈങ്കിളി പെണ്ണിനു പുഞ്ചിരി നിറയുന്ന പൊന്നഴകും. മാമലനാടിൻ സ്നേഹമിത പൊന്നോണക്കാലമിത നാടിൻ ഉല്ലാസഗീതമിത പൊന്നോണക്കാലമിത നാടിൻ ഉല്ലാസഗീതമിത. ആൽബം നമ്മൾ കണ്ടു. ഇനി നേരിട്ട് ലൈവായിട്ട് ശ്രീകുമാരേട്ടൻ്റെ ഒരു പെർഫോമൻസ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു പാട്ട്, ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്? കിൽക്കം എന്ന പടത്തിലെ നമ്മൾ കിലുകിൽ പമ്പരമെന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ.
മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ പനിനീർ ചന്ദ്രികേ ഇനി പൂന്തിരി കുളിരിൽ മെല്ലെ നീ തഴുകുവാവൂ മേടമഞ്ഞും മൂടി പൊയ്കയും പാൽനിലാവിൻ ശയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയും ഓർമ്മ താനെ വീണുറങ്ങുന്നു തെന്നൽ കന്യകേ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ താങ്ക് യു. അടിപൊളിയായിട്ട് പാടിയല്ലേ. നമ്മുടെ എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. നമുക്ക് ശ്രീകുമാരേട്ടൻ നമുക്ക് വിരുന്നായിട്ട് തന്നെ ഫസ്റ്റ് സോങ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചേലക്കര SMT ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുറച്ച് കൊച്ചു കലാകാരന്മാർ കൂടെ നമ്മുടെ ഓണവിരുന്നിൽ പങ്കെടുക്കാനും നമുക്ക് കലാവിരുന്ന് നൽകാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ആസിഫ് അലി കെ. ഞാൻ +2 പഠിക്കുന്നത്. എൻ്റെ പേര് അനാമിക NK. ഞാൻ SMT സ്കൂളിലെ 2ാം വർഷ സയൻസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ദേവകി വിദയ. ഞാൻ SMTയിൽ +2 വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് സ്നേഹ. ഞാൻ SMTയിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അലീന. ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് വിസ്മയ. ഞാൻ +1 പഠിക്കുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും ഒട്ടില്ലതാനും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും ഒട്ടില്ലതാനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. വെള്ളിക്കോലാദികൾ നാഴികളും
എല്ലാം കണക്കിനു തുല്യമായി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും ഒട്ടില്ല താനും. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം അബദ്ധങ്ങാർക്കും ഒട്ടില്ല താനും. അബദ്ധങ്ങാർക്കും ഒട്ടില്ല താനും. എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പ്രാക്ടീസ് ഒക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ അങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഓണവിരുന്ന് തന്നതിൽ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനി നമ്മുടെ ഓണസലാപത്തിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കലാവിരുന്നും ഓണവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.